വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഗൂസ്ബറി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച് ഡോക്ടർ PK പോക്കർ രചിച്ച ഗ്രാംഷി മുതൽ വേടൻ വരെ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഗൂസ്ബറി പബ്ലിക്കേഷൻ്റെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു അക്കാദമിക് തല പുസ്തകമാണ് പോക്കർ മാഷുടെ ഗ്രാംഷി മുതൽ വേടൻ വരെ. ഗ്രാംഷിയിൽ തുടങ്ങി വേടനിൽ അവസാനിക്കുന്ന പ്രൗഢഗംഭീരമായ കുറച്ച് ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം. ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. എൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് തന്നെ കടക്കുകയാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ അമൽ സി രാജനാണ്. അദ്ദേഹത്തെ മിക്കവാറും പേർക്ക് പരിചയമുണ്ടാവുമെന്ന് കരുതുന്നു. ന്യൂഡൽഹി ആസ്ഥാനമായ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ചിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഫെല്ലോ ആയി നിലവിൽ പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ അമൽ സി രാജൻ സംസ്കൃത സർവകലാശാലയ്ക്ക് കീഴിലുള്ള നിരവധി കോളേജുകളിൽ അധ്യാപകനുമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രഭാഷകനും എഴുത്തുകാരനും കൂടിയായ ശ്രീ അമൽ സി രാജനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പുസ്തക പ്രകാശനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ രാജേഷ് കെ ഇരുമേലിയാണ്. പത്രപ്രവർത്തകൻ, എഡിറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം സത്യാനന്തരകാലത്തെ മാധ്യമ നിർമ്മിതികൾ, ജാതി ചോദിക്കരുത്, കേരളം നടന്ന വഴികൾ തുടങ്ങിയ ശ്രദ്ധേയമായ ഒട്ടനവധി പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്. രാജേഷ് കെ ഇരുമേലിയെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം രചിച്ച പ്രിയപ്പെട്ട പോക്കർ മാഷെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. പോക്കർ മാഷിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും മറ്റു മാധ്യമപ്രവർത്തകർക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ ഡോക്ടർ അമൽ സി രാജനെയും ഏറ്റുവാങ്ങുന്നതിനായി രാജേഷ് കെ ഇരുമേലിയെയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പോക്കർ മാഷിൻ്റെ വളരെ ഏറിയ പഠനങ്ങളുടെ സമാഹാരം ഗ്രാംഷി മുതൽ വേടൻ വരെ എന്ന പേരിൽ ഗൂസ്ബറി പുറത്തിറക്കുമ്പോൾ അത് പ്രകാശനം ചെയ്യാൻ എന്നെ വിളിച്ചത് ഒരു വലിയ ഭാഗ്യമായി കരുതുകയാണ്. കാരണം വ്യക്തിപരമായി ശാന്തവും വളരെ മിതഭാഷയുമൊക്കെ ആയി നമ്മുടെ മുമ്പിൽ നമ്മളോട് സംവദിക്കുന്ന പ്രിയപ്പെട്ട പോക്കർ മാഷ്, എഴുത്തിൽ അദ്ദേഹം നമ്മളുടെ ചിന്താലോകത്തുണ്ടാക്കുന്ന വിസ്ഫോടനം അത് വളരെ വലുതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബിരുദാനന്തര ബിരുദ പഠനകാലം മുതലേ എൻ്റെ വായനയിൽ നമ്മളുടെ മസ്തിഷ്കത്തെ പിടിച്ചു കുലുക്കിയ ആളുകളിലൊരു ആളാണ് പോക്കർ മാഷ്. അങ്ങനെയുള്ള മാഷിൻ്റെ അന്നോളം മുഖ്യധാരയിൽ നാം വായിക്കുന്ന പല എഴുത്തുകളുടെയും തിരുത്ത് മാഷിനെ പോലുള്ളവരിൽ നിന്നാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഇടത് രാഷ്ട്രീയത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ, വലിയ സംവാദങ്ങളും അല്പമൊക്കെ വിവാദങ്ങളും എല്ലാം ഉണ്ടാക്കിയ, ദൈക്ഷണികതയിൽ കേരളത്തിൽ പുതിയൊരു ഭാവുകത്വത്തിന് തുടക്കം കുറിച്ച ഒരു വലിയ വ്യക്തിയുടെ പുസ്തകം, അത് എന്നെങ്കിലും ഒരിക്കൽ ഞാൻ പ്രകാശനം ചെയ്യുന്ന ഒരു തികച്ചും ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഞാൻ കരുതിയിട്ടേ ഉള്ളതല്ല. കാരണം ഗ്രാമം എന്നത് മാഷ് പറയുന്നത് പോലെ ഇതിൽ കുറ്റിപ്പുറം പാലത്തെപ്പറ്റി ഉള്ള പാലവും കാലിബാനും എന്ന് പറഞ്ഞ മാഷുടെ ആ ലേഖനം, അതിൽ മാഷ് പറയുന്നൊരു കാര്യമുണ്ട്. അംബേദ്കർ വെച്ചുകൊണ്ടാണ്. കാരണം ഇതിലെ ഓരോ ലേഖനങ്ങളും ഇത്തരത്തിലൂടെ കടന്നു പോകേണ്ട ഒന്നാണെന്ന് ഞാൻ കരുതുന്നു. ഗ്രാമം ഒരു വിശുദ്ധ ഇടമായി നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ആ വിശുദ്ധി, ഗ്രാമവിശുദ്ധി എന്ന് നമ്മുടെ ഇവിടെ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഗ്രാമവിശുദ്ധി ഒരു ചോദ്യം ചെയ്യപ്പെടാത്തതോ നമ്മൾ തകർക്കാൻ പാടില്ലാത്തതോ ആയ ഒന്നായി നമ്മൾ കൊണ്ടാടിയിരുന്നൊരു കാലമുണ്ട്.
കുറ്റിപ്പുറം പാലം അതൊക്കെ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം അംബേദ്കർ ഗ്രാമത്തെ പറ്റി പറഞ്ഞതെന്ത്? ഒരു പാലം വന്നാൽ അപ്പോൾ ഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച്, ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു റിപ്പബ്ലിക്കുകളുടെ കൂട്ടമായ ഒരു ഇന്ത്യയെക്കുറിച്ച് എല്ലാം പറയുമ്പോൾ ഈ ഗ്രാമം അടിസ്ഥാനപരമായി ഫ്യൂഡൽ വാഴ്ചയിൽ അധിഷ്ഠിതവും കീഴാള വിരുദ്ധവും സർവോപരി ബഹുഭൂരിപക്ഷം ജനതയുടെ ജീവിതാവകാശങ്ങൾക്ക് എതിരുമായി നിൽക്കുന്ന ഒരു സങ്കല്പമാണ് എന്ന് കൃത്യമായി അംബേദ്കർ കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ നഗരത്തിലേക്ക് ചേക്കേറാൻ അംബേദ്കർ പറയുന്നത് അടിസ്ഥാന ജനതയോട് അംബേദ്കർ ആഹ്വാനം ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയം ഇതാണ്. ആ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാതെയാണ് നമ്മൾ ഗ്രാമവിശുദ്ധിയെപ്പറ്റി ഇപ്പോഴും നമ്മളുടെ കവികൾ പുകഴ്ത്തി പാടുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ പുതിയ കാലത്ത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് മാറ്റപ്പെട്ട അടിത്തട്ട് ജനതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? അവരിൽ ചിന്തിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? അവരിൽ സമൂഹത്തോട് സംവദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആധുനിക ഇന്ത്യയിൽ അങ്ങനെ ഗ്രാമങ്ങളിൽ വെച്ച് ഗ്രാമങ്ങളോട് തൻ്റെ വിച്ഛേദം പ്രഖ്യാപിച്ച് നഗരങ്ങളിൽ തൻ്റെ പുതിയ ഒരിടം കണ്ടെത്തി അവിടെയും ഈ കാണുന്ന വ്യവസ്ഥിതികൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ അവരുടെ അടിവേരറുത്ത് കളയാനായി നമ്മുടെ ഭരണകൂടം ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള പദമാണ് നമ്മൾ ഈ പറയുന്ന അർബൻ നക്സൽ എന്ന് പറയുന്നത്. ആരാണ് അർബൻ നക്സൽ എന്ന പേരിലുള്ള മുദ്രകുത്തലിൽ ഇന്നോളം വീണുപോയത്, ജയിലറുകൾക്ക് പിന്നിൽ അടയ്ക്കപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഗ്രാമത്തിൽ നിന്ന് വിച്ഛേദം പ്രഖ്യാപിച്ച് നഗരങ്ങളിലെത്തുകയും നഗരത്തിലും ഈ പറയുന്ന അനീതികൾക്കെതിരെ ശബ്ദിക്കാനായി നാവ് ഉയരുകയും ചെയ്യുന്ന മനുഷ്യരെയാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിൽ ഈ ഭരണകൂടങ്ങൾ പിടിച്ച് ജയിലിലടയ്ക്കുന്നതെന്ന് നമ്മൾ കാണണം. അപ്പോൾ ഗ്രാംഷിയുടെ ജയിൽ കുറിപ്പുകളിലൂടെ കടന്നുപോയവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഗ്രാംഷി ഇത്തരത്തിൽ പ്രസക്തനാകുകയാണ്. അപ്പോൾ ഗ്രാംഷി ഇന്നും നമുക്ക് വായിക്കപ്പെടേണ്ട ആളാകുന്നത് ഇന്ത്യയിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന നിരവധി ഗ്രാംഷിമാരെ സൃഷ്ടിക്കുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുന്നത് കൊണ്ടുകൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അംബേദ്കറെ പറ്റി മാഷ് പറയും. ഞാൻ ഈ പുസ്തകത്തിൻ്റെ അവസാനത്തു നിന്നാണ് പറഞ്ഞു പോകുന്നത്. അംബേദ്കറെ പറ്റി ആധുനിക ഇന്ത്യയിൽ അംബേദ്കറുടെ പങ്ക് എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ വളരെ അധികം സോഷ്യൽ മീഡിയയിലൊക്കെ വിവാദമായ ശ്രീജിത്ത് പണിക്കരും ഒക്കെ അണിനിരന്ന ഹോർത്തൂസിലെ ചർച്ച നമ്മൾ ഓർക്കുന്നുണ്ട്. അവിടെ സണ്ണി കപ്പിക്കാട് പറയാൻ ശ്രമിച്ച കാര്യം, ഒരു സ്റ്റേറ്റ്മാൻ എന്ന നിലയ്ക്ക് അംബേദ്കർ ഒരു രാഷ്ട്രമീമാംസകൻ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? അദ്ദേഹം രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്ത് വ്യാഖ്യാനമാണ്, സ്വന്തമായ എന്ത് വിശദീകരണമാണ് അതിന് മുന്നോട്ട് വെച്ചത് എന്നതിനെ ആശ്രയിച്ചാണ്. അതിൻ്റെ തന്നെ മറ്റൊരു വശം പോക്കർ മാഷ് വളരെ വിശദമായി ഇതിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിലെ ഏറ്റവും വിപുലപ്പെടുത്തേണ്ടതും വിശദീകരിക്കേണ്ടതും വലിയ ഒരു ഗ്രന്ഥരചനയ്ക്ക് തന്നെ വിഷയമാകേണ്ടതുമായ ഒരു വിഷയമാണ് ഈ അവസാന ലേഖനത്തിലൂടെ വയ്ക്കുന്നത്. അദ്ദേഹം പറയുന്ന വാക്ക് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. കേരളത്തിൽ ഇതിനു മുമ്പ് കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്, ഇത്ര ശക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് ഇന്ത്യൻ തത്വചിന്തയിൽ ജ്ഞാനോദയ പാത ഉദ്ഘാടനം ചെയ്ത ദാർശനികനായി തന്നെ അംബേദ്കറിനെ രേഖപ്പെടുത്തണം എന്ന് മാഷ് പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ആധുനിക ഇന്ത്യൻ തത്വചിന്തയുടെ പിതാവായി അംബേദ്കറെ സ്ഥാനപ്പെടുത്തണം. ആധുനിക ഇന്ത്യൻ തത്വചിന്തയുടെ പിതാവ് ആണ് അംബേദ്കർ എന്ന് പോക്കർ മാഷ് നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണം പോക്കർ മാഷിൻ്റെ രചനയുടെ ഒരു പ്രത്യേകതയാണ് എനിക്ക് തോന്നുന്നത്. സാധാരണയായി ഈ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ പലപ്പോഴും അവർ സൈറ്റേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ, റെഫറൻസ് എടുക്കുന്ന കാര്യത്തിലൊക്കെ ബോധപൂർവമായ ഒരു അജ്ഞത കാണിക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പക്ഷേ മാഷിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി മാഷിയുടെ ആശയത്തിലേക്ക് എത്തിക്കുന്നത് എവിടെ നിന്നാണ് എന്ന കൃത്യമായ റെഫറൻസ് നമുക്ക് മാഷിൻ്റെ രചനകൾ കിട്ടുമെന്നുള്ളത് എന്നെപ്പോലുള്ള പഠിതാക്കളെയും ഗവേഷകരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാത്രമല്ല മുതിർന്ന തലമുറയിൽപ്പെട്ട ചിന്തകരിൽ പലപ്പോഴും അവർക്ക് ശേഷം വന്ന ആളുകളെ അടയാളപ്പെടുത്തുന്ന കാര്യത്തിൽ അത്രയൊന്നും സഹിഷ്ണുത കാണിക്കുന്നവരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ മാഷ്ടെ പുസ്തകത്തിൽ ധാരാളമായി ടി.എസ്. ശ്യാംകുമാറിനെ, രാജേഷ് ചിറപ്പാടിനെ പോലുള്ള ആളുകളുടെ ധാരാളമായ ഉദ്ധരണികൾ നമുക്ക് മാഷ്ടെ ലേഖനങ്ങളിലുടനീളം കാണാം. വേടനെ പറ്റി മാഷ് സംസാരിക്കുന്നിടത്ത് ഏറ്റവും അവസാനം വന്ന എഴുത്തിനെ പോലും മാഷ് സൂക്ഷ്മമായി പിന്തുടരുന്നിടത്ത് എല്ലാം തന്നെ പുതിയ ഒരു തലമുറയെ തന്നെ മാഷ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാണിക്കുന്ന ഒരു ജാഗ്രത കൂടെ, അത്തരത്തിൽ സ്നേഹത്തിൻ്റെ കൂടെ ഒരു അംശം ഈ നമ്മളുടെ ഈ പുസ്തകത്തിലുണ്ട് എന്ന് നമുക്ക് കാണാം. മാത്രമല്ല സ്നേഹത്തെക്കുറിച്ച് മാഷ്ടെ വളരെ വിശദമായ ഒരു ലേഖനം ഇതിലുണ്ട്.
എങ്ങനെയാണ് സ്നേഹിക്കാൻ പഠിക്കുക എന്ന ലേഖനം. എങ്ങനെയാണ് സ്നേഹിക്കാൻ പഠിക്കുക എന്ന ലേഖനം എല്ലാവരും വളരെ ശ്രദ്ധയിരുത്തി വായിക്കേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതാണ്, സ്നേഹിക്കാൻ പരിശീലിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് പറയുക മാത്രമല്ല, മാഷോട് പറയുന്ന കാര്യം വെറുക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും വെറുക്കാൻ വേണ്ടി നമ്മളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക, വെറുക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന കാര്യം കേരളത്തിൽ ഇപ്പോൾ നവോത്ഥാന പ്രസ്ഥാനം, നാരായണ ഗുരുവിനെ പറ്റി ധാരാളം സ്ഥലത്ത് മാഷ് ഉദ്ധരിക്കുന്നുണ്ട്. കുമാരനാശാൻ്റെ സ്നേഹമാണ് അഖിലസാലമൊഴിയിൽ എന്ന വാക്ക് ഈ ലേഖനത്തിൽ തന്നെ മാഷ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്നേഹത്തെപ്പറ്റി സംസാരിച്ച നാരായണ ഗുരു സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പറഞ്ഞ കുമാരനാശാൻ എന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത്, കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചിരുന്നത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന് പറയുന്ന സംഘടനയുടെ സെക്രട്ടറി ആയിട്ടാണ്. ആ ജനറൽ സെക്രട്ടറി പദത്തിൽ അദ്ദേഹം ജീവിച്ചത് ഏകദേശം 16 വർഷത്തോളം കാലമാണ്. അങ്ങനെ ജനറൽ സെക്രട്ടറിയുടെ പദവിയിൽ കുമാരനാശാൻ ഇരുന്നതിൽ കൂടുതൽ കാലം ഇരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരാൾ വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം ഒന്ന് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമല്ല നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മറിച്ച് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നതിൻ്റെ മൂല്യത്തിലേക്ക് ശ്രീനാരായണ പ്രസ്ഥാനം പോലും കീഴ്മേൽ മറിഞ്ഞൊരു സമയത്താണ് സ്നേഹിക്കാൻ പഠിക്കുന്നത്. നമ്മൾ സ്നേഹിക്കാൻ എങ്ങനെയാണ് പഠിക്കുക എന്നതിനെ പറ്റി പോക്കർ മാഷ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്. ഇതിലെ മറ്റ് ലേഖനങ്ങളുമായി താരതമ്യേന ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ വേറിട്ട് നിൽക്കുന്നതും എന്നാൽ മൗലികമായി വളരെ പ്രാധാന്യമുള്ളതുമായ ഒരു വിഷയമാണ് മാഷ് ആ ലേഖനത്തിലൂടെ പറയുന്നത്. പിന്നീട് പലപ്പോഴും മാഷിൻ്റെ ഇതിൽ നമ്മൾ വേണ്ടത്ര പഠിക്കപ്പെടാതെ പോയ ആളുകളെ പറ്റി കൂടെ വളരെ ജാഗ്രതയോടെ മാഷ് എടുത്ത് പറയുന്നുണ്ട്. വേലുക്കുട്ടിയരയൻ അങ്ങനെ ഒരാളാണ്. വേലുക്കുട്ടിയരയൻ കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്ത് നടത്തിയ സംഭാവനകളെപ്പറ്റി എത്രമാത്രം നമ്മളിന്ന് ഓർക്കുന്നുണ്ട് എന്നതൊരു ചോദ്യമാണ്. വേലുക്കുട്ടിയരയൻ്റെ സംഭാവനകൾ പഠിക്കുന്നില്ല എന്ന് എന്നെപ്പോലുള്ളവർ പറയുന്നത് വേലുക്കുട്ടിയരയൻ കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്ത് ഇടപെടലുകളെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രചരണ കമ്മിറ്റിക്ക് നേതൃത്വം വഹിച്ച 3 പേരിൽ ഒരാൾ വേലുക്കുട്ടിയരയനായിരുന്നു. പക്ഷേ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന 100 സെമിനാറുകളിൽ എവിടെയെങ്കിലും വേലുക്കുട്ടിയരയൻ പരാമർശിക്കപ്പെട്ടോ എന്ന് നമുക്കറിയില്ല. അതൊരു വിമർശനമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്രത്തിലൂടെയുള്ള ഇടപെടലുകൾ എത്രമാത്രം കേരളം ഓർക്കുന്നു എന്ന് നമുക്കറിയില്ല. അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിയിൽ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ തിരുവിതാംകൂറിൽ പ്രവർത്തിച്ച ഒരാൾ കൂടിയായിരുന്നു. ഒരുപക്ഷെ എന്തുകൊണ്ട് വേലുക്കുട്ടിയരയൻ രാഷ്ട്രീയമായി തമസ്കരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന് ശേഷം അദ്ദേഹം തൻ്റെ സാമുദായികമായ പ്രവർത്തനങ്ങളുടെ കാലം അവസാനിച്ചു എന്ന് കരുതുകയും അത്തരം സംഘടനകൾ പിരിച്ചുവിടപ്പെടേണ്ടതുണ്ട് എന്നും ഇനി വർഗരാഷ്ട്രീയത്തെ പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നതാണ് ശരിയെന്നും കരുതുകയും അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും ചെയ്ത ഒരാളാണ്. സ്വാഭാവികമായും സ്വന്തം സമുദായമോ പിന്നീട് അദ്ദേഹം ചേർന്ന പാർട്ടിയും രണ്ടുപേരും വേലുക്കുട്ടിയരയനെ ഒരുപോലെ തിരസ്കരിച്ചു എന്ന അഭിപ്രായമാണ് എന്നെപ്പോലുള്ളവർ പറയാൻ ശ്രമിക്കുന്നത്. അതേസമയം മാഷ് പറയുന്നത് മറ്റൊരിടത്താണ്. മാഷിനെ സംബന്ധിച്ചിടത്തോളം മാഷ് സാഹിത്യ നിരൂപണ രംഗത്ത് വേലുക്കുട്ടിയരയൻ്റെ സംഭാവനകളെ നമ്മൾ എന്തുകൊണ്ട് തമസ്കരിച്ചു എന്ന ചോദ്യമാണ് മാഷ് അവിടെ ഉന്നയിക്കുന്നത്. അത് ചെമ്മീൻ എന്ന മലയാളിയുടെ സുവർണ നോവലിനെ കുറിച്ച് വേലുക്കുട്ടിയരയൻ നടത്തിയ മൗലികമായ വിമർശനങ്ങളെ മുൻനിർത്തി ഇത്തരത്തിലുള്ള ഒരു വിമർശ പാഠത്തെ ഇത്രയും കാലം നമ്മളുടെ അക്കാദമിക രംഗം എന്തുകൊണ്ട് മൂടിവെച്ചു എന്ന് കൃത്യമായി മാഷ് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം പ്രസക്തമാണ്. ചെമ്മീൻ എന്ന് പറയുന്ന നോവലിനെ പറ്റി പഠിക്കാതെ ഒരു കുട്ടിയും മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം പാസ്സാവില്ല. പക്ഷേ ആ പഠിക്കുന്ന കുട്ടി എന്തുകൊണ്ട് ഇവിടെ നമ്മൾ വേലുക്കുട്ടിയരയൻ ചെമ്മീനിനെ പറ്റി വെച്ച മൗലികമായ വിമർശനങ്ങളെ കാണാതെ തന്നെ ഒരു ബിരുദാനന്തര ബിരുദധാരിയായി പുറത്തു വരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തെ KN പോലുള്ളൊരാൾ അത് പിന്നീട് തിരിച്ചു കൊണ്ടുവരുന്നു. രാജേഷ് ചെറുപ്പാടിനെ പോലുള്ളവരുടെ വേലുക്കുട്ടിയരയനെ കുറിച്ചുള്ള പുസ്തകത്തിൽ അത് സ്ഥാനം പിടിക്കുന്നു. അങ്ങനെ വേലുക്കുട്ടിയരയനെ നമ്മളിപ്പോൾ തിരിച്ചു പിടിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രഭാഷകർ ഗൃഹാതുരമായി സംസാരിക്കുന്ന ആളുകളൊക്കെ തന്നെ അംബേദ്കറെ പറ്റി മൗനം പാലിച്ചോ എന്ന് രാജേഷ് ചെറുപ്പാട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് മാഷൊരിടത്ത് സംസാരിക്കുന്നുണ്ട്. MN വിജയൻ മാഷ് അംബേദ്കറെ പറ്റി വേണ്ടത്ര പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് മറ്റൊരു അഭിപ്രായമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ MN വിജയൻ മാഷ് അംബേദ്കറെ പറ്റി പറഞ്ഞിട്ടുണ്ട്.
അംബേദ്കർ എന്ന ശംഭൂകൻ എന്ന് ഒരു പ്രഭാഷണത്തിൽ അംബേദ്കറെ പറ്റി പറയുന്നുണ്ട്. അംബേദ്കറിനെ ശംഭൂകനുമായി താരതമ്യം ചെയ്തുകൊണ്ട് വിജയമാഷ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ വിജയമാഷിൻ്റെ വായനയുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ അംബേദ്കറുടെ സാഹിത്യം ഇത്രമാത്രം കേരളത്തിൽ വിവർത്തനങ്ങളോടെ ലഭ്യമല്ലാതിരുന്ന ഒരു കാലം കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സഹോദരൻ അയ്യപ്പൻ അന്ന് തന്നെ അംബേദ്കർ ഉള്ള കാലത്ത് അംബേദ്കർ എന്ന് പറയുന്ന ചതുരക്ഷരി മന്ത്രമായി ജപിക്കും നന്ദി തിങ്ങുന്ന ഹൃത്തഴും ഭാവി ഭാരതമെന്ന് അംബേദ്കർ ഉള്ള സമയത്ത് തന്നെ അംബേദ്കറുടെ ഓരോ പ്രവർത്തനങ്ങളെയും അന്ന് തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ഗാന്ധിയും അംബേദ്കറെയും വിരുദ്ധ പക്ഷത്ത് നിർത്തിക്കൊണ്ട് അതിൽ അംബേദ്കറുടെ പക്ഷമാണ് ശരിയെന്ന് പറയുന്നൊരു കാലം ഒരു വിഭാഗം ആളുകൾ അന്ന് തന്നെ കേരളത്തിൽ നിലനിന്നിരുന്നുവെന്നും അംബേദ്കറുടെ ജാതി നിർമ്മൂലനം എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങുന്ന സമയത്ത് അത് വിവർത്തനം ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഭാഷകളിൽ ഒന്ന് മലയാളമായിരുന്നു എന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അന്ന് ലാഹോറിൽ നിന്നും നാരായണഗുരുവിൻ്റെ ശിഷ്യനായ ജോൺ ധർമ്മതീർത്ഥരായ സ്വാമി ധർമ്മതീർത്ഥനെ സംബന്ധിച്ചുള്ള ആളുകളുടെ അതിന് പിന്നിലുള്ള പരിശ്രമത്തെ പറ്റിയൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ അംബേദ്കർ വായിക്കപ്പെടുന്നതിലെ ഈ പറയുന്ന മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ പരിമിതിയെക്കുറിച്ച് കൂടെ വിമർശനാത്മകമായി തന്നെ മാഷ് പരിശോധിച്ച് പോകുന്നുണ്ട്. ഇത്തരത്തിൽ മാഷിൻ്റെ പുസ്തകം ഗ്രാംഷി, ഇതിലേറ്റവും ഹൃദ്യമായി എനിക്ക് തോന്നിയത്, എന്നെ ഹൃദയസ്പർശിയായി തോന്നിയ കാര്യം, സ്വന്തം പിതാവിൻ്റെ ഖബർ പോലും സന്ദർശിക്കാൻ ഔത്സുക്യം കാണിക്കാത്ത ഒരാളാണ് ഞാനെന്ന് സ്വയം മാഷ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തുകയും അതേസമയം ഗ്രാംഷിയെ സംസ്കരിച്ച ഇടത്ത് ഒന്ന് പോകാൻ മാഷ് അദമ്യമായി ആഗ്രഹിക്കുകയും അവിടെ പോകുകയും ചെയ്ത കഥ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റത് ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറിൻ്റെ ഫോൺ വന്നുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഇന്നാണ് മരിച്ചത്. അവർ ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു. അപ്പോൾ ശ്യാമിനെ സംബന്ധിച്ച്, ശ്യാമിനെ പറ്റി ഒരു ലേഖനം തന്നെ പോക്കർ മാഷ് ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ശ്യാം നടത്തുന്ന നവോത്ഥാനത്തിൻ്റെ വീണ്ടെടുപ്പ്, ഒരിടത്ത് സ്തംഭിച്ചു പോയ ഒരു നവോത്ഥാനത്തെ ശ്യാം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച്. തീർച്ചയായും കേരളത്തിൽ ഭാരതത്തിൻ്റെ ഭൂതകാലത്തെ കൃത്യമായി നിശ്ചിതമായി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമായിട്ട് നമുക്ക് ഫുലയിൽ നിന്നും അംബേദ്കറിൽ നിന്നൊക്കെ തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാം. അതിന് പിന്നീട് ഇന്ത്യയിൽ വലിയ തുടർച്ചയുണ്ടായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം മൗലികമായ ഗ്രന്ഥപാഠങ്ങളെ മുൻനിർത്തി അതിനെ മഹത്വവൽക്കരിക്കുന്ന ഹിന്ദുത്വാഖ്യാനങ്ങളല്ലാതെ അതിൻ്റെ എതിർപ്പാഠാവലികൾ നമ്മൾ കാണപ്പെടാതെ പോകുന്ന ഒരു കാലത്താണ് ഇപ്പോൾ ഹിന്ദുത്വ ഇന്ത്യയിൽ ഒരു സംസ്കൃത പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ശ്യാമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പഴി ഇവർ പെട്രോ ഡോളറിന് വേണ്ടിയോ ഏതെങ്കിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പങ്ക് പറ്റിയോ ഒക്കെയാണ് ഇവർ ഇതെന്നൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ ആ പറയുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ള മറുപടി, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ കയ്യിൽ കൂട്ടിവച്ചിരിക്കുന്നത് ആരാണ്? അധികാരം ആരുടെ കയ്യിലാണ്? അങ്ങനെ സമ്പത്തിന് വേണ്ടി എഴുതുന്ന ആളുകളാണ്, സംസാരിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്നവരെങ്കിൽ, ശ്യാംകുമാറിനെ പോലുള്ളവരെങ്കിൽ അവർക്ക് ഏറ്റവും സമ്പത്തുള്ള പക്ഷത്ത്, ഏറ്റവും അധികാരമുള്ള പക്ഷത്ത്, ഏറ്റവും ഈ കോർപ്പറേറ്റുകൾ മുഴുവൻ അവരുടെ ഫണ്ട് കൊണ്ട് ചൊരിയുന്ന പക്ഷത്ത് നിന്നാൽ പോരെ? അപ്പോൾ സംസ്കൃതത്തിൽ പഠിച്ച ഒരാൾ സംസ്കൃതത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ടും അതിൻ്റെ ഈ പറയുന്ന ഹിന്ദുത്വ പുസ്തകങ്ങളെ മുഴുവൻ മഹത്വവൽക്കരിച്ചുകൊണ്ടും സംസാരിച്ചാൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഈ ഭൂമിയിലെ സ്വർഗം ത്യജിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ശ്യാമിനെ പോലുള്ളവർ പൊരുതി നിൽക്കുന്നത്. അവരെയാണ് ഈ സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി പോകുന്നവരെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ആക്ഷേപിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഹിന്ദുത്വ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ, ദളിതരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, തൊഴിലാളികളെ, അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരെ കാത്തിരിക്കുന്നത് സമ്പത്തല്ല, തടവറകളിലെ സമ്പന്നമായ ദിനങ്ങൾ മാത്രമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനത്തിൽ നിൽക്കുന്നത്. ഗ്രാംഷിയുടെ ഒരു തടവറ നമ്മളെ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട്. വേടനെ പോലുള്ള ആളുകൾക്ക് തടവറ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തടവറക്കാലം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഒരു പ്രതിരോധമെന്ന നിലയിൽ നമുക്ക് മാഷ്ടെ പുസ്തകത്തെ ആഴത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, ഒരു തത്വചിന്തയിൽ താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അംബേദ്കർ ഇന്ത്യൻ തത്വചിന്തയുടെ പിതാവാകുന്നത് എങ്ങനെ, ആധുനിക ഇന്ത്യൻ തത്വചിന്തയുടെ പിതാവാകുന്നത് എന്നിങ്ങനെ എന്ന ലേഖനം മാഷ് വിപുലപ്പെടുത്തുമെന്നും അത് ഒരു വലിയ പുസ്തകമായി മലയാളത്തിനും ഇന്ത്യയുടെ തത്വചിന്തയ്ക്കും ഒരു സംഭാവനയായി തന്നെ അത് ഭാവിയിൽ മാറുമെന്നും വലിയ പ്രതീക്ഷ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി ഈ സദസ്സിൻ്റെ സമ്മതത്തോടെ ഞാൻ വിനീതമായി അറിയിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഡോക്ടർ അമൽ സി രാജിനെ ഗൂസ്ബറി ബുക്സിൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പുസ്തകം സ്വീകരിച്ച രാജേഷ് കരിമേലി സംസാരിക്കുന്നതിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ
സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണിത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള പോക്കർ മാഷിൻ്റെ ഒരു പുസ്തകം ഏറ്റുവാങ്ങാനുള്ള ഒരവസരം ലഭിച്ചത് ആണ് വളരെ ആഹ്ലാദകരം ആക്കുന്നൊരു നിമിഷങ്ങളാണ്. ഈ പുസ്തകം ഗ്രാംഷി മുതൽ വേടൻ വരെ എന്ന പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ പുസ്തകത്തിൻ്റെ വായനയിലേക്ക് കടക്കാൻ. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഭരണഘടന ഇല്ലാത്ത, ഒരു നിയമാവലി ഇല്ലാത്ത ഒരു പ്രത്യയശാസ്ത്രം, അതിൻ്റെ അധികാര രൂപമായി ഒരു അതീശ പ്രത്യയശാസ്ത്രമായി പ്രവർത്തിക്കുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന്, അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ അതീശ രൂപമായി നിൽക്കുന്നു. മറ്റൊന്ന്, അതിൻ്റെ ഭരണകൂട രൂപം എന്ന നിലയിൽ അധികാരത്തിൽ നിൽക്കുന്നു. ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത്തരമൊരു സവിശേഷമായ സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകം നമ്മൾ പ്രകാശിപ്പിക്കുന്നത്. നമ്മുടെ സാംസ്കാരിക രംഗം ഒരുപക്ഷെ വലിയ ഭയങ്ങളുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്ധി ചെയ്യലുകളുടെയും ഒരു കാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ സാധ്യതകളുണ്ട്. സന്ധി ചെയ്താൽ നിറയെ സാധ്യതകളാണ്. സന്ധി ചെയ്യാതിരുന്നാൽ നമുക്ക് തടവറകളായിരിക്കാം സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രതിഷേധത്തിൻ്റെ, പ്രതിരോധത്തിൻ്റെ ശബ്ദങ്ങൾ പതുക്കെ പതുക്കെ നിലച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം ഗ്രാംഷിയെക്കുറിച്ചും വേടനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭയത്തിൻ്റെ ഒരു ഘട്ടം തന്നെയാണ്. സംവാദങ്ങൾ നിലയ്ക്കുന്നൊരു ലോകം. ഒരു പക്ഷേ ഇങ്ങനൊരു പുസ്തകം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ സാധ്യതകൾ തന്നെ വളരെ കുറഞ്ഞു പോകുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം നിലനിൽക്കുന്നു. മാഷിനെ സംബന്ധിച്ച്, ഇപ്പോൾ പുസ്തകത്തെ സംബന്ധിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി. മാഷ് നടത്തിയിട്ടുള്ള ദൈക്ഷണികമായ സാംസ്കാരികമായ ഇടപെടലുകളുടെ തുടർച്ചയിലാണ് ഈ പുസ്തകം പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഗ്രാംഷിയൊക്കെ കേരളം വായിച്ചു തുടങ്ങുന്നത് നമുക്കറിയാം, മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് EMSും PGയും ചേർന്ന് ഗ്രാംഷിയെ വായിക്കുന്നൊരു പുസ്തകം വരുന്നുണ്ട്. അതൊരു പക്ഷേ ഗ്രാംഷിയിലേക്കുള്ള ഒരു പ്രവേശികയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്നാൽ പിന്നീട് ഗ്രാംഷി മുന്നോട്ട് വെച്ച സാംസ്കാരിക കാഴ്ചപ്പാടുകളെ അല്ലെങ്കിൽ ഏത് സമൂഹത്തെയാണ് അത് പ്രതിനിധാനം ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പഠനങ്ങളിലൂടെയാണ്. അതിലിപ്പം ഏറ്റവും ഒടുവിലെത്തിയിരിക്കുന്ന പഠനമാണ് മാഷിൻ്റെതായി വന്നിട്ടുള്ളത്. മുമ്പ് ഷിജു എലിയാസിനെ പോലുള്ളവർ ഗ്രാംഷിയെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ഒരുപക്ഷേ ഗ്രാംഷിയെക്കുറിച്ച് തന്നെ നിരവധിയായ പഠനങ്ങൾ ഇതിനു മുമ്പും മാഷിൻ്റേതായിട്ട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗ്രാംഷിയെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാഹചര്യത്തെ പഠിക്കുന്നു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാര്യം, എല്ലാ സമൂഹത്തിലും അധീശത്വത്തിൻ്റെ കീഴിൽപ്പെട്ടു പോകുന്ന സമൂഹത്തിൻ്റെ വിമോചനത്തെ സംബന്ധിച്ചാണ് ഗ്രാംഷിയെ പോലുള്ളവർ തങ്ങളുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിവിടെയും വളരെ പ്രസക്തമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അംബേദ്കറെ പോലെയുള്ള ഒരു ആധുനിക ഇന്ത്യയുടെ ജ്ഞാന രൂപത്തെ കാണാതെ നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല. ഞാൻ പലപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ എത്ര വലിയ എഴുത്തുകാരനായിക്കോട്ടെ, എത്ര വലിയ സാംസ്കാരിക പ്രവർത്തകനായിക്കോട്ടെ, നിങ്ങൾ അംബേദ്കറെക്കുറിച്ച് നിങ്ങളുടെ വർത്തമാനങ്ങളിലോ പ്രസംഗങ്ങളിലോ എഴുത്തിലോ പരാമർശിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എത്ര വലിയ എഴുത്തുകാരനായാലും യാതൊരു തരത്തിലുള്ള ഗുണവും ഇല്ല എന്നാണ് ഞാനൊക്കെ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ
സാമൂഹിക ജീവിതത്തെ ഇത്രമാത്രം ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നൊരു സംഗതിയെ എങ്ങനെയാണ് ഇന്ത്യയിൽ മനുഷ്യരെ വേർതിരിക്കുന്നതിനായി ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള ആശയത്തിൻ്റെ വക്താക്കൾ പ്രയോഗിച്ചത് എന്ന് കൃത്യമായി അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഗ്രാംഷിയൊക്കെ മുന്നോട്ട് വച്ചിട്ടുള്ള സബാൾട്ടേൺ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിൻ്റെ മറ്റൊരു തലമായി അംബേദ്കറിൻ്റെ ഈ വിശകലനങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. മാഷിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നാൽ അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ തരത്തിലുമുള്ള സാംസ്കാരികമായ ഇടപെടലുകളും ഇല്ലാതാകുന്നൊരു ഘട്ടത്തിലാണ് ഈ പുസ്തകം പുറത്തു വരുന്നത്. അതുപോലെ നമുക്കറിയാം, രണ്ട് ചിന്തകരെ നമ്മൾ കൂടുതൽ വായിക്കുകയും അവരുടെ ചിന്തകളെ എപ്പോഴും നിരന്തരം ആശയമണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ട ഒരു ഘട്ടം കൂടിയാണ്. അതൊന്ന് നാരായണ ഗുരുവും മറ്റൊന്ന് അംബേദ്കറുമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഗുരുവും അംബേദ്കറുമാണ്. ഗുരുവിൻ്റെ പ്രസ്ഥാനം പതുക്കെ ഹിന്ദുത്വത്തിൻ്റെ ആ ചങ്ങലയ്ക്കുള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഗുരുവിനെ ഒരിക്കലും അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല. സാധിക്കണമെങ്കിൽ ഗുരു എഴുതിയ ആ കൃതികളെ മുഴുവൻ ഒന്നെങ്കിൽ നശിപ്പിക്കുകയോ തിരിച്ച് മാറ്റി എഴുതുകയോ ചെയ്യേണ്ടി വരും. അതേതായാലും സാധിക്കാത്തത് കൊണ്ട് ഗുരുവിനെ അത്ര പെട്ടെന്ന് തട്ടിക്കൊണ്ടു പോകാൻ സാധിക്കത്തില്ല എന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പം ഭാഷ അതിനെക്കുറിച്ച് ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെയാണ് അംബേദ്കറെ സംബന്ധിച്ച്. ഈ രണ്ട് മഹാന്മാരുടെ ആശയങ്ങളെയാണ് നമുക്ക് കൂടുതൽ സമകാലികമായി കൂടുതൽ പ്രചരിപ്പിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മാഷിൻ്റെ ദൈക്ഷണികമായ ഇടപെടലുകളെല്ലാം തന്നെ മുഖ്യധാര ഇടതുപക്ഷത്തോടൊക്കെ പലപ്പോഴും കലഹിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന് പല പേരുകൾ ഇട്ട് വിളിക്കും. സ്വത്വവാദി എന്നും ഉത്തരാധുനികനെന്നും ഒക്കെ വിളിച്ചുകൊണ്ട് പലതരത്തിൽ നമ്മുടെ ദൈക്ഷണിക മണ്ഡലത്തിൽ ചില എഴുത്തുകൾ രൂപപ്പെടാറുണ്ട്. പലപ്പോഴും നമ്മുടെ മഹാഭാരതത്തെയും അത്തരത്തിലുള്ള കൃതികളെയും ഒക്കെ സെക്കുലറാക്കാനും രാമനെയും അത്തരം കഥാപാത്രങ്ങളെയൊക്കെ സെക്കുലറാക്കിക്കൊണ്ട് രാമൻ്റെ ജനാധിപത്യത്തെ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുഖ്യധാരയുടെ ഭാഗമായിട്ടുള്ള ബുദ്ധിജീവികൾ വലിയ സ്വീകാര്യത ലഭിക്കുകയാണ് ചെയ്തത്. പലപ്പോഴും ആ സ്വീകാര്യത എന്ന് പറയുന്നത് പലപ്പോഴും ഇടതുപക്ഷ ബോധത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള നേരത്തെ സൂചിപ്പിച്ച അതീശത്വ ബോധത്തിൻ്റെയൊക്കെ ഒരു അംശമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇനിയിപ്പം ഇത്തരം വിമർശനങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേദികൾ കിട്ടാതാകാം, അവാർഡുകൾ കിട്ടാതാകാം, അങ്ങനെ പല ആനുകൂല്യങ്ങൾ നമുക്ക് ലഭ്യമാകാതിരിക്കും. പക്ഷേ ഫിഡൽ കാസ്ട്രോ ഒക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പറഞ്ഞില്ല എങ്കിൽ ചരിത്രം നമ്മളെ കുറ്റക്കാരെന്ന് വിധിക്കും. അപ്പോൾ ആ വിധി ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിരന്തരം കലഹിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ മാഷിനെ തന്നെ എരിക്കിൻതി എന്ന് പറയുന്ന ആത്മകഥ വന്നിട്ടുണ്ട്. ആ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയല്ലെങ്കിലും അതുകൂടെ പറയാതിരിക്കാൻ സാധിക്കത്തില്ല. നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകളെ റദ്ദ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഭാഗത്തൂടെ സെക്കുലറിസത്തെയൊക്കെ മുന്നിൽ പിടിച്ചുകൊണ്ട് വളരെ തന്ത്രപരമായി എങ്ങനെയാണ് ചില ആശയങ്ങളെ കടത്തിക്കൊണ്ടുവരുന്നതെന്നൊക്കെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം വിമർശനങ്ങളെല്ലാം തന്നെ ഒന്നെങ്കിൽ റദ്ദ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാതിരിക്കുക, കാണാതിരിക്കുക എന്ന് പറയുന്നൊരു തന്ത്രം ഇന്ന് തുടങ്ങിയതല്ല. ഇന്ത്യയുടെ രണ്ട് ആശയധാരകൾ, ആത്മീയതയുടെയും ഭൗതികവാദത്തിൻ്റെ ആശയധാരയുടെ കാലഘട്ടം മുതൽ ആരംഭിച്ചതാണ്. ഈ ചരവാകനെയും ഗണാഥനെയും ബൃഹസ്പതിയെയും പോലുള്ള ഇന്ത്യയുടെ ഒരു ഭൗതികവാദ ധാരയെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത്, ആ ധാരയുടെ വക്താക്കൾ ആയി തന്നെയാണ് ഇപ്പോൾ ഇത്തരം ആശയങ്ങളെ പ്രചരിപ്പിക്കാനായുള്ള പ്രചരണങ്ങൾ നടക്കുന്നത്. അതിനെതിരിടും തീർച്ചയായും എതിർ ശബ്ദങ്ങളുണ്ടാവും. അത് ഗ്രാംഷിയിലൂടെയും വേടനിലൂടെയൊക്കെയാണ് മുന്നോട്ട് വരുന്നത്. മാഷിയുടെ സാംസ്കാരിക വിമർശനത്തിനൊപ്പം തന്നെ സാഹിത്യത്തെ സംബന്ധിച്ചുള്ള വിമർശനം ഈ പുസ്തകത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മലയാളത്തിലെ ഒറ്റ മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചേക്കാം. ഒരു പോയിൻ്റൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. നമുക്കൊക്കെ അറിയാം, സാധാരണഗതിയിൽ നമ്മുടെ മലയാള നോവലുകളെ കുറിച്ച് പറയുമ്പോൾ ഇന്ദുലേഖയിൽ നിന്ന് ആരംഭിക്കുന്ന നോവൽ, ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നോവൽ പഠനം ആരംഭിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ്
കൊളോണിയൽ ആധുനികതയുടെ ഭാഗമായി ഒരു 10ഓളം നോവലുകൾ മലയാളത്തിലുണ്ടാകുന്നുണ്ട്. ഈ നോവലുകളെല്ലാം തന്നെ കൃത്യമായി കീഴാള ജീവിതത്തിൻ്റെ പരിസരത്തെയാണ് ആവിഷ്കരിച്ചത് എന്നുകൂടി പറഞ്ഞതുകൊണ്ട് അതും ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നമ്മൾ കാണാൻ, ഒരു സാഹിത്യ വിമർശനം എന്നതിൽ കാണാൻ സാധിക്കും. വേലിക്കുട്ടി അരയൻ്റെ ചെമ്മീൻ നിരൂപണം ഇറങ്ങുമ്പോൾ എസ് ഗുപ്തൻ നായരെ പോലുള്ള സാഹിത്യ വിമർശകന്മാർ പറഞ്ഞത്, ഏതോ ഒരു വിമർശകൻ ചെമ്മീനെക്കുറിച്ച് ഒരു നിരൂപണം എഴുതിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഏതോ ഒരു വിമർശകൻ. വേലിക്കുട്ടി അരയൻ്റെ പേര് പറയാൻ സാധിക്കാത്തതുകൊണ്ട് എസ് ഗുപ്തൻ നായരെ പോലുള്ള ആൾക്കാർ പറയുന്നത് ഏതോ ഒരു വിമർശകൻ ചെമ്മീനെക്കുറിച്ച് നിരൂപണം എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വേലിക്കുട്ടി അരയൻ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് മുമ്പ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഗുപ്തൻ നായരെ പോലുള്ളവർക്ക് എപ്പോഴും ഏതോ നിരൂപന പേരറിയില്ല. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാഷ് ഏറ്റവും പുതിയ ആൾക്കാരെക്കുറിച്ച് പഠിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞത് ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയാണ് എന്ന് പറയുന്നൊരു ചരിത്രത്തെ വീണ്ടും വീണ്ടും സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം മലയാള സാഹിത്യ ചരിത്രം രചിക്കുന്നവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വേലിക്കുട്ടി അരയൻ്റെ കൃതികളെപ്പോലെ പണ്ഡിറ്റ് കറുപ്പൻ്റെ ജാതിക്കുമ്മിയാണ് മലയാളത്തിലെ ആദ്യത്തെ ജാതി വിരുദ്ധ കാവ്യം എന്ന് പറയാനും മലയാള സാഹിത്യ ചരിത്രം തയ്യാറാകുന്നില്ല. ദുരവസ്ഥയെക്കുറിച്ച് പറയും നമ്മൾ, അതിന് മുമ്പ് ഇറങ്ങിയ ജാതിക്കുമ്മിയെക്കുറിച്ച് നമ്മൾ മിണ്ടാതിരിക്കും. അപ്പം അത്തരത്തിലുള്ള പഠനങ്ങൾ നിരവധിയായി ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഇന്ദുലേഖയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള 10ഓളം നോവൽ, പൊത്തേരി കുഞ്ഞമ്പൂവിൻ്റെ സരസ്വതി വിജയം, ഘാതകവധം, അങ്ങനെ നിരവധിയായ നോവലുകളുണ്ട്. ഇതെല്ലാം കൊളോണിയൽ ആധുനികതയുടെ ഭാഗമായി, മിഷണറിമാരുടെ വരവിൻ്റെ ഭാഗമായി കേരളത്തിലെ കീഴാള സമൂഹങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള ജ്ഞാനപരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാള നോവലിൻ്റെ ചരിത്രം കൊളോണിയൽ ആധുനികതയിൽ നിന്ന് രൂപപ്പെടുന്നതാണ് എന്ന ചരിത്രം വന്നാൽ അതുവരെ ഉണ്ടായി രൂപപ്പെടുത്തി വെച്ച ഈ സവർണ കേന്ദ്രീകൃതമായ സാഹിത്യ ചരിത്രത്തിന് സാധ്യത ഇല്ലാതായിപ്പോൾ. അപ്പോൾ എല്ലാ തരത്തിലുള്ള അധിനിവേശനങ്ങളെയും അല്ലെങ്കിൽ അധീശത ബോധങ്ങളെയും തിരുത്തുന്ന തരത്തിലുള്ള പഠനങ്ങളും വിമർശനങ്ങളുമാണ് പുതിയ കാലം ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഒരു വഴികാട്ടിയായിട്ടാണ് ഈ പുസ്തകം മാറുന്നത് എന്നാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. നിരവധിയായ പഠനങ്ങൾ പോലെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അതിലേക്കൊന്നും നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്യാംകുമാറിൻ്റെ ഇടപെടലുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ കോളനിയന്തര പഠനവുമായി ബന്ധപ്പെട്ട് ഗൂഗി വാത്യോങ്കയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നിരവധിയായ, ഇത് അംബേദ്കറിലാണ് അവസാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി അംബേദ്കറെക്കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങളുടെ ഒരു സാധ്യതകൾ തുറന്നിടുന്ന ഒരു പുസ്തകമാണ്. മാഷിൻ്റെ ഇടപെടലുകളിലെ ഒരു പ്രധാന വഴിത്തിരിവാണ് ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ ഇത് വായിക്കുകയും സംവാദത്തിലേക്കും വരേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പുസ്തകം രചിച്ച ഡോക്ടർ പി കെ പോക്കർ മാഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയാമെന്നാണ് കരുതിയത്. പക്ഷേ അടുത്ത പ്രകാശനത്തിൻ്റെ ആളുകൾ എത്താത്തത് കാരണം ഒരു 5 മിനിറ്റ് സംസാരിക്കാം എന്നാണ് കരുതുന്നത്. ഇന്നലെ കോഴിക്കോട്ടെ ഒരു കോളേജിൽ ഒരു സെമിനാർ ഇന്നും അവിടെ നടക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഉദ്ഘാടകനായിരുന്നു മലയാള വിഭാഗം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ അവനിർമ്മാണത്തിൻ്റെ മാനങ്ങൾ എന്ന വിഷയമാണ് പൊതുവെ ആ സെമിനാറിൽ അവർ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിൽ ഞാൻ പറഞ്ഞത് ഒറ്റ ഒരു കാര്യമായിരുന്നു. ഡെറിഡ വലിയൊരു ദാർശനികനാണ്, തത്വചിന്തകനാണ്. തത്വചിന്ത എന്നുള്ളത് എപ്പോഴും പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ള സാമ്പ്രദായിക ചിന്തകളിൽ നിന്നും നവീനമായിട്ടുള്ള ആധുനികമായിട്ടുള്ള ആശയങ്ങളിലേക്കുള്ള ചുവടുവെപ്പാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഡെറിഡ മുന്നോട്ട് വെച്ചിട്ടുള്ള അപനിർമ്മാണം എന്നുള്ളത് വാസ്തവത്തിൽ നമ്മൾ ഒരു കെട്ടിടം പൊളിച്ചു കളയുന്ന പോലെ, ഇപ്പോൾ നമ്മുടെ ഈ എറണാകുളത്തൊക്കെ കൊച്ചിയിലൊക്കെ പൊളിച്ചു കളഞ്ഞതുപോലെ പൊളിച്ചു കളയുക എന്നുള്ളതല്ല. അത് പ്രത്യേകം ഡെറിഡ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട്. മറിച്ച് അത് ഓരോ ഘട്ടമായി
അത് ഘട്ടം ഘട്ടമായി ഡിസ്മാൻഡിൽ ചെയ്ത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പുറത്തെടുത്ത് ഇതിൽ എവിടെയൊക്കെയാണ് ഒഴിവാക്കലുകൾ നടന്നത്, എവിടെയൊക്കെയാണ് അന്ധബിന്ദുക്കളുള്ളത് എന്ന് സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ദാർശനികരുടെയും എഴുത്തുകാരുടെയും ചിന്തകരുടെയും നിരൂപകരുടെയും ഒക്കെ മുമ്പിൽ അനാവരണം ചെയ്യുക എന്നുള്ള ആ ഒരൊറ്റ കാര്യമായിരുന്നു ഞാനവിടെ ഇന്നലെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ സഹിതം വിശദീകരിച്ച്. ഞാൻ കരുതുന്നത് എൻ്റെ ആദ്യകാല എഴുത്ത് മുതൽ ഇപ്പോഴേറ്റവും അവസാനം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വരെ ഈ ഒഴിവാക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രാന്തവൽക്കരിക്കപ്പെടുന്ന നമ്മുടെ ആഖ്യാനങ്ങളിലും നമ്മുടെ വ്യാഖ്യാനങ്ങളിലും ഒക്കെ നിലനിൽക്കുന്ന ഈ ഒഴിവാക്കലുകളിൽ കേന്ദ്രീകരിച്ച് സംസാരിക്കാനാണ്, എഴുതാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും അതിൽ അപൂർണതകൾ ഉണ്ടാവാം, ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ തന്നെ ഒഴിവാക്കുന്നുണ്ടാവും. കാരണം ഞാനും ഈ മുഖ്യധാരയിൽ ജീവിച്ച് പഠിച്ച് വളർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ഒഴിവാക്കൽ എന്നുള്ള പ്രക്രിയയുടെ ഒരു ഭാഗമായി എന്നിലും ഇത്തരത്തിലുള്ള ഒഴിവാക്കലുകൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കാം. പക്ഷേ നമ്മൾ ചില ഒഴിവാക്കലുകൾ ബോധപൂർവവും ചില ഒഴിവാക്കലുകൾ അജ്ഞത കൊണ്ടും അല്ലെങ്കിൽ അബോധപൂർവമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം, സാംസ്കാരിക ചരിത്രത്തിലുടനീളം, കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലുടനീളം വളരെ ബോധപൂർവമായി തമസ്കരിക്കപ്പെട്ടിട്ടുള്ള, വളരെ ബോധപൂർവമായി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള, വളരെ ബോധപൂർവമായി ദമിക്കപ്പെട്ടിട്ടുള്ള ഒട്ടനവധി വ്യക്തികളും സംഭവങ്ങളും ആഖ്യാനങ്ങളും ചരിത്ര വസ്തുതകളും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ അന്വേഷണങ്ങളെ ആ ദിശയിലേക്ക് വികസിപ്പിക്കാനുള്ള എൻ്റെ വളരെ ഇളയ പരിശ്രമങ്ങളുടെ തുടർച്ചയിലാണ് ഈ പുസ്തകവും ഞാൻ ഇവിടെ ഗൂസ്ബറി ബുക്സ് മുഖേന അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് പ്രകാശനം ചെയ്തിട്ടുള്ള അമൽ സി രാജനാണ് എന്നുള്ളതും ഇത് സ്വീകരിച്ചിട്ടുള്ളത് രാജേഷ് ചെറുപ്പാടാണ് എന്നുള്ളതും എനിക്ക് കൂടുതൽ സന്തോഷം തരികയാണ്. കാരണം ഞാൻ അല്ലെങ്കിൽ എൻ്റെ തലമുറയോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ പാടില്ലാത്തതാണ്. മറിച്ച് ഇത് ഏറ്റെടുത്ത് ഇതിനേക്കാൾ സമ്പന്നമായിട്ടുള്ള, ഞാനും അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടു പോയിട്ടുള്ള ചതിക്കുഴികളും അന്ധബിന്ദുക്കളും ഒക്കെ അനാവരണം ചെയ്യുന്ന വിധത്തിൽ ഇതിനെ ഭാവിയിലേക്ക് വികസിപ്പിക്കേണ്ട പുതിയ തലമുറയെ തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ലഭ്യമായി എന്നുള്ളത്, അവർ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത്, ഇതുമായി സഹകരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എത്ര പേരുണ്ട് എന്നുള്ളതല്ല, ഈ ആളുകൾ ഏറ്റെടുക്കുന്ന ദൗത്യമാണ് നാളെ ഒരുപക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അപനിർമ്മാണം എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ പരിഹസിച്ചൊരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ഞാനൊക്കെ കടന്നു വന്ന് ഞാൻ ആദ്യത്തെ ലേഖനം 1992 എം വിജയൻ മാഷ് ആവശ്യപ്പെട്ടത് പ്രകാരം അന്നത്തെ ദേശാമാനി പത്രാധിപരായിരുന്ന, വാരികയുടെ പത്രാധിപരായിരുന്ന, കേരളത്തിലെ അറിയപ്പെടുന്ന നിരൂപകനായിട്ടുള്ള വിജയൻ മാഷ് പേഴ്സണലായി വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു ആ ലേഖനം എഴുതി. അപ്പം ഞാൻ മാഷോട് ചോദിച്ചു, ഇതെല്ലാം ആരാ മാഷെ വായിക്കാമെന്ന്. ആ ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിനെ എത്രയോ ആളുകൾ പല രീതിയിൽ പരിഹസിക്കുകയും തമാശയാക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തതും അനുഭവ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമുക്കിന്നറിയാലോ, ഇന്ന് ന്യൂസ് ചാനലുകളിലെ ന്യൂസ് അവർ ചർച്ചകളിൽ പോലും അവനിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവനിർമ്മാണം എന്നുള്ള വാക്ക് ഒരു പതിവ് സംജ്ഞയായി പദാവലിയുടെ കൂട്ടത്തിൽ, നമ്മുടെ പൊതു മണ്ഡലത്തിലുള്ള പദാവലിയുടെ കൂട്ടത്തിൽ അതിൻ്റെ ഭാഗമായി തീരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര പേര് ഇവിടെ ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ എത്ര പേര് ഇതിനെക്കുറിച്ച് പറയുന്നു എന്നുള്ളതല്ല, ഇതിന് രാഷ്ട്രീയമായും സാംസ്കാരികമായും മാനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം തീർച്ചയായും ഭാവിയിലേക്ക് വികാസം പ്രാപിക്കും. അതുകൊണ്ട് ഇവിടെ അമൽ സി രാജൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി പരാമർശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, അംബേദ്കർ ഇന്ത്യയിലെ ഇന്ത്യയുടെ ജ്ഞാനോദയത്തിൻ്റെ പിതാവാണ് എന്ന് സ്ഥാനപ്പെടുത്തുന്ന ഒരു കൃതി വാസ്തവത്തിൽ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ആ രീതിയിലല്ലെങ്കിലും അംബേദ്കറും മാർക്സും എന്നുള്ള എൻ്റെ കൃതി ഇവിടെ ഇരിക്കുന്ന ബാബു വന്മനയും അതുപോലെ രാജേഷ് ചെറുപ്പാടുമൊക്കെ സഹകരിച്ച് അതിൻ്റെയൊക്കെ ഭാഗമായി, രാജേഷ് ചെറുപ്പാടുണ്ട്, ബാബു വന്മനുണ്ട്, രാജേഷ് എരുമേലിയുണ്ട്, അവരൊക്കെ തന്നെയാണ് ആ പുസ്തകത്തിൻ്റെ കാരണക്കാർ. എന്നിലൂടെയാണ് അത് വന്നതെങ്കിലും. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഒരു ചർച്ച കൂടി ഇന്ന് വൈകുന്നേരമുണ്ട്.
പക്ഷേ തീർച്ചയായും ഈ പറഞ്ഞ ഇതേ രീതിയിൽ ഒരു പ്രബന്ധം ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ചിരുന്നു. ഒരു മണിക്കൂറിലധികം ദീർഘമുള്ള ഒരു പ്രഭാഷണമായിരുന്നു അത്. അത് കഴിഞ്ഞ ശേഷം അവിടെ ഇരിക്കുന്ന ഞാൻ ചെന്നപ്പോൾ വളരെ സൗഹൃദം കാണിച്ച പലരും പിന്നീട് എനിക്ക് കൈതരുകയോ എന്നോട് സംസാരിക്കുകയോ എന്നെ കണ്ടതായി നടിക്കുകയോ ചെയ്തില്ല എന്നുള്ള വേദനാജനകമായ ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ തത്വചിന്തയുടെ മണ്ഡലത്തിലൊരു പുതിയ പിതാവ് വരുമ്പോൾ മറ്റൊരുപാട് പിതാക്കന്മാർ പുറത്തായി പോകുമോ എന്നുള്ളൊരു ഭയമായിരിക്കണം അവർക്ക് അവരെ പെട്ടെന്ന് എൻ്റെ സൗഹൃദത്തിൻ്റെ കണ്ണി അറ്റിച്ച് കളയുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി ഒരു പുസ്തകം തന്നെ ഈ രംഗത്ത് രചിച്ചാൽ ഒരുപക്ഷെ എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എൻ്റെ സൗഹൃദ മണ്ഡലം തന്നെ ഇല്ലാതായി പോവോ എന്നതായിരിക്കും. പക്ഷേ ഞാൻ ഈ ജീവിത സായാഹ്നത്തിൽ ഇനി വലിയ സമയമൊന്നും ഈ സൗഹൃദ മണ്ഡലം വികസിപ്പിക്കാൻ മുന്നില്ലാത്തത് കൊണ്ട് തീർച്ചയായും ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും കാലം അനുവദിക്കുകയാണെങ്കിൽ അത് ചെയ്യുമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി. ഈ പ്രകാശന പരിപാടിയോടെ അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത ഡോക്ടർ അമൽ സി രാജൻ, രാജേഷ് കേരിമേലി, പോക്കർ മാഷ്, കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ട് എല്ലാവർക്കും ഗൂസ്ബറി ബുക്സിൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ ചടങ്ങ് അവസാനിച്ചായി അറിയിക്കുന്നു.